इधर आ रहा मैं तुमको देखूंगी हाँ ആദാമ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കനിയിലൂടെ ജന്മമെടുത്ത് ഈ താഴ്ലോകത്തിലേക്ക് ഇറങ്ങി വരികയും 33 തിരുവയസ്സ് വരെ യഹൂദിയ നാടെങ്ങും സഞ്ചരിച്ചു. വിവിധ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും താൻ ദൈവത്തിന്റെ പുത്രനെന്ന് വെളിപ്പെടുത്തി. 30ാമത്തെ തിരുവയസ്സിൽ യോഹന്നാന്റെ കയ്യിൽ സ്നാനമേറ്റ് നമുക്ക് മാതൃക കാണിച്ചു തരികയും സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശുമേൽ കയറി മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം തിരുവെഴുത്ത് പ്രകാരം ഉയർത്തെഴുന്നേൽക്കുകയും 500 ശിഷ്യന്മാർക്ക് താൻ ജീവിച്ചിരിക്കുന്നെന്ന് വെളിപ്പെടുത്തുകയും ചെയ്ത ശേഷം സകല ശിഷ്യന്മാരും കാകെ ഒലുമലയെന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി പരിശുദ്ധന്മാരെ വാങ്ങി തന്റെ ശിഷ്യന്മാരുടെ മേൽ പകരപ്പെടുകയും ഇനിയും തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വേഗം വരുന്നവരുമായ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് കർത്താവിന്റെ കൽപ്പനയും നിന്റെ അനുസരണവായത്തിൽ മുദ്രയെ ആധാരമാക്കിയും അപ്പോസ്തലന്മാരുടെ നടപടി ക്രമപ്രകാരവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം നീ വിശ്വസ്തയായിരിക്കാം, എന്നാൽ നീ ജീവനിടം പ്രാപിക്കും. ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാമത്തിനു ജയം ജയം എപ്പോഴും बाथरूम लेडीज बाथरूम इधर बाथरूम में जाने का रूम में नहीं बाथरूम में ജയം കൊണ്ടു മുദ്രയിടപ്പെട്ട കാഹളങ്ങളൂതിടുമ്പോൾ കൂതലം വിരയ്ക്കുമേ गुड्डी थोड़ा दम पकड़ने का 2 मिनट देने के 2 मिनट दम पकड़ने का थोड़ा घुटना ऐसा Praise the Lord, hallelujah. हमारा प्रभु यीशु स्वर्ग की महिमा छोड़कर इस पृथ्वी पर आया। 33.5 साल तक भिन्न भिन्न आश्चर्य और अद्भुत कामों के द्वारा यही साबित किया है परमेश्वर का पुत्र है और सारे दुनिया लोगों को पापों को क्षमा देने के लिए क्रूस पर मरा है और गाड़ा है और तीसरे दिन जी उठा है और स्वर्ग की ओर चले गया। प्रभु यीशु जल्दी वापस आने वाला प्रभु करके प्रिय बहन विश्वास करता है। ऐसा विश्वास करने वालों का बपतिस्मा देने का प्रभु का वायदे का अनुसार मेरे तो कामों का अनुसार तुम्हारा साक्ष्य वचन का ऊपर पिता और पुत्र पवित्र आत्मा के नाम से मैं तुमको बपतिस्मा देता है। प्राण देने तक विश्वासी रहे, तभी तुम जीवन का मुकुट पाएगा। जयम हालेलुया, प्रेज़ द लॉर्ड, हालेलुया। लेडीज बाथरूम ജയം ജയം എപ്പോഴും പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും സാത്താനെയും സൈന്യത്തെയും
സമർപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ആദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കന്യകയുടെ ജന്മമെടുത്ത് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു 33 തിരുവയസ്സ് വരെ യഹൂദ നാടകം സഞ്ചരിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും താൻ ദൈവത്തിന്റെ പുത്രനെന്ന് വെളിപ്പെടുത്തി. 30ാമത്തെ വയസ്സിൽ യോർദാനിൽ യോഹന്നാന്റെ കരങ്ങളിൽ സ്നാനമേറ്റ് നമുക്ക് മാതൃക കാണിച്ചു തരികയും സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ കയറി മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്ത് പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. താൻ ജീവിച്ചിരിക്കുന്നത് 500 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ശേഷം സകല ശിഷ്യന്മാരും കണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി പരിശുദ്ധന്മാരെ വാങ്ങി അതിനായി കാത്തുന്നവർ പോരപ്പെടുകയും ഇനിയും തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേഗം വരുന്നതുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ലോറി സ്വീകരിക്കുന്നുവോ? അങ്ങനെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് കർത്താവിന്റെ കൽപ്പനയും നിന്റെ അനുസരണവായത്തിൻ മുദ്രയും മേലും അപ്പോസ്തലന്മാരുടെ നടപടി ക്രമപ്രകാരവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. മരണമറിയുന്ന നീ വിശ്വസ്തയായിരിക്കുക, എന്നാൽ നീ ജീവനിടം പ്രാപിക്കും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച് കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പ്രാർത്ഥിക്കാം. ഇന്ന് സ്നാനമേറ്റ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവർ മരണപര്യന്ത വിശ്വസ്തോടെ കർത്താവിനെ സേവിപ്പാൻ നമ്മുടെ സ്നാനത്തിന് ഇങ്ങനെ ക്രമീകരണം ചെയ്ത ഈ മെത്തഡിസ്റ്റ് ചർച്ചിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ കർത്താവെ, ഇന്ന് സ്നാനമേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നു. മരണപര്യന്ത വിശ്വസ്തോടെ നിന്നെ സേവിപ്പാൻ കൃപയുടെ മേൽ പകരപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ക്രമീകരണം ചെയ്ത ഈ മെത്തഡിസ്റ്റ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, ഇനി അനേക ജീവിതങ്ങളെ ഈ പഠനത്തിൽ നിന്ന് കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാനായി നീ ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.